ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കരിയർ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് കരിയർ പ്ലാനിങ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ബൈ വിച്ച് വൺ സെലക്ട് കരിയർ ഗോൾസ് ആൻഡ് ദ പാത്ത് ടു ദീസ് ഗോൾസ്. അതായത് കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ തന്നെ കരിയറിനെ പറ്റിയിട്ടുള്ള പ്ലാനിങ് ആണ്. അതായത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. അതിൽ നമ്മൾ ചെയ്യുന്ന എന്താ വെച്ചാൽ കരിയർ ഗോൾ സെലക്ട് ചെയ്യും. നമ്മളുടെ കരിയർ ഗോൾ എന്താണ് അത് സെലക്ട് ചെയ്യും, അതിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന ആ ഒരു വേ ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു കരിയർ ഗോളിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു പാത്ത്, ആ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് പ്രോസസ് ബൈ വിച്ച് വൺ സെലക്ട് കരിയർ ഗോൾ സെലക്ട് ചെയ്യും ആൻഡ് ദ പാത്ത് ടു ദീസ് ഗോൾസ്, ആ ഗോളിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു വേയും അല്ലെങ്കിൽ ആ ഒരു പാത്തും, അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെ നമ്മൾ കരിയർ പ്ലാനിങ് എന്ന് പറയണം. ഇനി ഓർഗനൈസേഷൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നുണ്ട്. ഫ്രം ദ ഓർഗനൈസേഷൻസ് വ്യൂ പോയിൻറ്റ് ഇറ്റ് മീൻസ് ഹെൽപ്പിംഗ് ദ എംപ്ലോയീസ് ടു പ്ലാൻ ദെയർ കരിയർ ഇൻ ടേംസ് ഓഫ് ദെയർ കപ്പാസിറ്റീസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ നീഡ്സ്. ഓർഗനൈസേഷൻ്റെ വ്യൂ പോയിൻ്റ് നോക്കുകയാണെങ്കിൽ കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യണം. അതായത് അവരുടെ കരിയർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓർഗനൈസേഷനിൽ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ്, അവരുടെ സ്കില്ലിനനുസരിച്ചിട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ കരിയർ പ്ലാൻ ചെയ്യാൻ എംപ്ലോയീസിനെ സഹായിക്കുന്ന പ്രോസസ്സാണ് കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന്. ഓക്കെ, ഇറ്റ് മീൻസ് ഹെൽപ്പിംഗ് ദ എംപ്ലോയീസ് ടു പ്ലാൻ ദെയർ കരിയർ in terms of their capacities within the organization needs or organization opportunities. Next, characteristics of career planning. Career planning is a process of developing human resources. Human resources develop ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. എയിം ഓഫ് ഇറ്റ് ഈസ് ഇൻറ്റഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ നീഡ്സ്. ഇതിന് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ നീഡ്സും ഓർഗനൈസേഷൻ നീഡ്സും ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഇൻഡിവിജ്വൽ നീഡ്സും അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഓർഗനൈസേഷൻ നീഡ്സും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഇൻറ്റഗ്രേഷനാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ. ബേസിക്കലി കരിയർ പ്ലാനിങ് ഈസ് ആൻ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, ബട്ട് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓർഗനൈസേഷൻ ടു പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. കരിയർ പ്ലാനിങ് സാധാരണഗതിയിൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ് അവരുടെ കരിയർ പ്ലാൻ ചെയ്യാന്നുള്ളത്. പക്ഷേ അത് ഓർഗനൈസേഷൻ്റെ കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഓർഗനൈസേഷൻ അവർക്ക് ആവശ്യമായുള്ള ഗൈഡൻസും കൗൺസിലിംഗും ഒക്കെ കൊടുക്കാൻ, അവരുടെ കരിയറും മാക്സിമം അവരുടെ കരിയർ ഗോളിൽ എത്താൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങും ഗൈഡൻസും ഒക്കെ കൊടുക്കാൻ ഓർഗനൈസേഷനും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഓർഗനൈസേഷനും റെസ്പോൺസിബിൾ ആണ് കരിയർ പ്ലാനിങ്ങിൽ. അതുപോലെ ഓരോ ഇൻഡിവിജ്വലും സാധാരണഗതിയിൽ ഇൻഡിവിജ്വൽ ആണ് റെസ്പോൺസിബിൾ എന്ന് നമ്മൾ പറയും, പക്ഷേ ഓർഗനൈസേഷൻ കൂടി അവർക്ക് ആവശ്യമായുള്ള ഗൈഡൻസ് കൊടുക്കാൻ റെസ്പോൺസിബിൾ ആണ്. നെക്സ്റ്റ്, കരിയർ പ്ലാനിങ് ആൻഡ് മാൻ പവർ പ്ലാനിങ്. കരിയർ പ്ലാനിങ് ഈസ് ആ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് കോർപ്പറേറ്റ് പ്ലാനിങ്. അതായത് കോർപ്പറേറ്റ് പ്ലാനിങ് അല്ലെങ്കിൽ കമ്പനി പ്ലാനിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. മാൻ പവർ പ്ലാനിങ് കനോട്ട് ബി എഫക്റ്റീവ് വിത്തൗട്ട് പ്രോപ്പർ കരിയർ പ്ലാനിങ്. ഈ മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് കനോട്ട് ബി എഫക്റ്റീവ് വിത്തൗട്ട് പ്രോപ്പർ കരിയർ പ്ലാനിങ്. ഒരു നല്ലൊരു കരിയർ പ്ലാനിങ് ഇല്ലെങ്കിൽ അവിടെ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ് എഫക്റ്റീവ് ആകില്ല. ഇത് പരസ്പരം ഇൻ്റർ റിലേറ്റഡ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും എഫക്റ്റീവാണ്, കരിയർ പ്ലാനിങ് വേണം. കരിയർ പ്ലാനിങ്ങിനും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും പരസ്പരം ഇൻ്റർ റിലേറ്റഡ് ആണ് നമുക്ക് പറയാം. നെക്സ്റ്റ്, കരിയർ പ്ലാനിങ് ടെർമിനോളജീസ് ആണ് പറയുന്നത്. ചില കോൺസെപ്റ്റുകളാണ് പറയുന്നത് കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ കരിയർ ഗോള്. കരിയർ ഗോൾസ് എന്ന് പറഞ്ഞാൽ ദ ഫ്യൂച്ചർ പൊസിഷൻസ് വൺ സ്ട്രൈവ് ടു റീച്ച് ആസ് പാർട്ട് ഓഫ് കരിയർ. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മളൊരു കരിയർ ഗോളിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുമല്ലോ. അതായത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവില്ല കരിയറിൽ, നമ്മുടെ കരിയർ നമ്മൾ എവിടെ എന്തായി തീരണം എന്നുള്ളത്. ആ ഫ്യൂച്ചർ പൊസിഷനാണ് നമ്മളെന്തെന്ന് പറയണത് കരിയർ ഗോൾ എന്ന് പറഞ്ഞാൽ. ഒരാൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്ന, നമ്മളൊരു പൊസിഷനിൽ എത്താൻ വേണ്ടി എഫേർട്ട് എടുക്കുന്നു, ആ പൊസിഷനെയാണ് നമ്മളെന്തെന്ന് പറയണത് കരിയർ ഗോൾ എന്ന് പറയണം. അടുത്ത, കരിയർ പാത്ത്, ദ സീക്വൻഷ്യൽ പാറ്റേൺ ഓഫ് ജോബ് ദാറ്റ് ഫോം എ കരിയർ. നമ്മൾ ആ കരിയർ ഗോളിലേക്ക് എത്തിപ്പെടുന്നതിന് ഒരുപാട് വഴികളുണ്ടാവും അല്ലെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും നമ്മൾ എത്തിപ്പെടുക കരിയർ ഗോളിലേക്ക്. ആ ഒരു സീക്വൻഷ്യൽ പാറ്റേണിനെയാണ് കരിയർ പാത്ത് എന്ന് പറയണം. ഇനി കരിയർ പ്രോഗ്രഷൻ, മേക്കിംഗ് പ്രോഗ്രസ് ഇൻ വൺസ് കരിയർ ത്രൂ പ്രൊമോഷൻസ്. അതായത് കരിയർ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ കരിയറിൽ പ്രോഗ്രസ് ഉണ്ടാവുക, പ്രൊമോഷൻ വഴിയും അങ്ങനെയുള്ള
അതുവഴിയൊക്കെ ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നതിനാണ് കരിയർ പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. മേക്കിംഗ് പ്രോഗ്രസ് ഇൻ വൺസ് കരിയർ, ഒരാളുടെ കരിയറിൽ പ്രോഗ്രസ് ഉണ്ടാക്കുക ത്രൂ പ്രൊമോഷൻസ്. നെക്സ്റ്റ് കരിയർ കൗൺസിലിംഗ്, ഗൈഡിങ് ആൻഡ് അഡ്വൈസിങ് പീപ്പിൾ ഓൺ ദർ പോസിബിൾ കരിയർ പാത്ത്. അതായത് കരിയർ പാത്തിനെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, അതിലേക്ക് എങ്ങനെയൊക്കെ എത്തിപ്പെടാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഗൈഡൻസും കൗൺസിലിങ്ങും അല്ലെങ്കിൽ അഡ്വൈസൊക്കെ കൊടുക്കുക. അതിനാണ് കരിയർ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെൻറ്ററിങ്, ദ പ്രോസസ് വെയർ ഇൻ ആൻ എക്സിക്യൂട്ടീവ് ഓർ സീനിയർ എംപ്ലോയി സെർവ്സ് ആസ് എ ടീച്ചർ, അഡ്വൈസർ, ഗൈഡ്, ഫ്രണ്ട് എക്സെട്ര. അത് മെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അവിടെ ഒരു എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവിടുത്തെ ഒരു സീനിയർ എംപ്ലോയിയോ ഒക്കെ ഒരു ടീച്ചറായിട്ടോ ഗൈഡായിട്ടോ അഡ്വൈസറൊക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് മെൻറ്ററിങ് എന്ന് പറയണം. ഈ കരിയർ ആങ്കർ, ദ ബേസിക് ഡ്രൈവ്സ് ദാറ്റ് ഗിവ് ദ അർജ് ടു ടേക്ക് അപ്പ് എ സെർട്ടൻ ടൈപ്പ് ഓഫ് കരിയർ. അതായത് ഒരു പ്രത്യേക കരിയർ സെലക്ട് ചെയ്യാൻ നമ്മളെ നിർബന്ധിതരാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കരിയർ സെലക്ട് ചെയ്യാൻ നമ്മുടെ ഉള്ളിലുള്ള റീസൺ എന്താണ്, അതാണ് ആ കരിയർ ആങ്കർ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ചിലർക്ക് സേഫ്റ്റി ആയിരിക്കും പ്രധാനം, സെക്യൂരിറ്റി ആയിരിക്കും പ്രധാനം, നല്ല സെക്യൂർഡ് ആയിട്ടുള്ളൊരു ജോബായിരിക്കും. ചിലർക്ക് അവരുടെ സ്കില്ല് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്കില്ല് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ കരിയർ സെലക്ട് ചെയ്യുമ്പോൾ അതിന് പിന്നിൽ നമ്മുടെ ഉള്ളിലൊരു അർജ് ഉണ്ടാവും, അത് എടുക്കാനുള്ളൊരു റീസൺ അല്ലെങ്കിൽ തീവ്രമായുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അതാണ് കരിയർ ആങ്കർ എന്ന് പറഞ്ഞാൽ. അടുത്ത കരിയർ ഡെവലപ്മെൻറ്റ്, ദ പേഴ്സണൽ മൂവ്മെൻറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽ മേക്സ് ടു അച്ചീവ് ഹിസ് കരിയർ പ്ലാൻ. ഒരു ഇൻഡിവിജ്വൽ അയാളുടെ കരിയർ പ്ലാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു പേഴ്സണൽ മൂവ്മെൻറ്റ്സിനെയാണ് കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് കരിയർ മാനേജ്മെൻറ്റ്, ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് പ്ലാൻസ് ടു എനേബിൾ ദ ഓർഗനൈസേഷൻ ടു സാറ്റിസ്ഫൈ എംപ്ലോയി നീഡ്സ് ആൻഡ് അലോ ഇൻഡിവിജ്വൽസ് ടു അച്ചീവ് ദർ ഗോൾസ്. അതായത് കരിയർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണത്. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ അവരുടെ എംപ്ലോയീസിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കരിയർ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന പ്ലാൻസ്, അതിൻ്റെ ഡിസൈനിങ്ങും ആ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സിനാണ് കരിയർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് പ്ലാൻസ്. നമ്മൾ പ്ലാൻസ്, എന്ത് കരിയർ പ്ലാൻസ്, കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ് ഡിസൈൻ ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ടു ഇനേബിൾ, എന്തിനുമായിട്ടാണ്? ടു ഇനേബിൾ ദ ഓർഗനൈസേഷൻ ടു സാറ്റിസ്ഫൈ എംപ്ലോയീസ് നീഡ്സ്. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെയുള്ള ഇൻഡിവിജ്വൽസിന് കരിയർ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നടത്തുന്ന പ്ലാനിങ്ങിൻ്റെ ഡിസൈനിങ്ങും ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ ആയി ബന്ധപ്പെട്ട ആ പ്രോസസ്സിനാണിതെന്ന് പറയുക കരിയർ മാനേജ്മെൻറ്റ് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്താണ് കരിയർ പ്ലാനിങ്, അതുപോലെ തന്നെ കരിയർ പ്ലാനിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കോൺസെപ്റ്റുകളുമാണ്. ഓക്കെ, താങ്ക് യു.